ഹലോ ഗൈസ്, വെൽക്കം ടു ഫോസ്റ്റർ. ഇന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് പ്രവേശിക്കാം. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. മാർക്കറ്റിൽ നമ്മൾ ഏത് മാർക്കറ്റിലും പ്രൈസിന്റെ മൂവ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. സോ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യും. ഒരു സ്വിംഗ് ഹൈ ഉണ്ടാക്കിയിട്ട് ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കിയിട്ട് ഒരു സ്വിംഗ് ഹൈ ഉണ്ടാക്കിയിട്ടും ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഇറങ്ങുള്ളൂ. ഇവിടെ മാർക്കറ്റ് ഇവിടെ ബയസ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എപ്പോഴും സ്വിംഗ് ഹൈ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ, അത് ദാറ്റ്സ് മീൻ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിലെ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ റിയൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെക്കുന്ന എപ്പോഴും നല്ലതാണ്. കാരണം മാർക്കറ്റ് ഒരു ട്രെൻഡ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മുകളിലോട്ടാണോ മാർക്കറ്റ് താഴോട്ടാണോ എന്നുള്ളത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണുന്നത് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഒരു ബയസ് ആണ്. ഇവിടെ വരുന്നത് സ്വിംഗ് ഹൈ, അതുപോലെ തന്നെ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇപ്പൊ ഇവിടെയൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി, അതായത് മാർക്കറ്റ് എന്ത് വേണം, സ്റ്റോപ്പ് ലോസസ് വേണം. ആ സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അങ്ങനെ ഓരോ ഏരിയയിൽ ഓർഡേഴ്സ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അതായത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്ത്, എന്തുകൊണ്ടാണ് സ്വിംഗ് ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, സ്വിംഗ് ഹൈന്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യപ്പെടാൻ. അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് റിയൽ മാർക്കറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാം. ഇന്നത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇവിടെ സി ഇത് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. സെല്ലേഴ്സിന് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ടിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ സെല് ചെയ്യും. അതുപോലെ തന്നെ അഗെയിൻ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യും, താഴോട്ട് സെല് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ബൈയിങ്ങിന്റെ ഏരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഡോമിനേറ്റ് ചെയ്യുന്ന അവിടെ ബയേഴ്സ് ആയിരിക്കും. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് മാർക്കറ്റ് ഹണ്ട് ചെയ്യപ്പെടുന്നത് പറഞ്ഞല്ലോ, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യപ്പെടുന്നത് ഇതിൽ അനാട്ടമി ഓഫ് സ്റ്റോപ്പ് ഹണ്ട്, അതായത് സ്റ്റോപ്പ് ലോസ് നമുക്ക് എങ്ങനെയൊക്കെ ഹണ്ട് ചെയ്യപ്പെടുന്നത് നോക്കാം. അതായത് ഇത് മാർക്കറ്റിൽ ക്യാൻഡിൽസ് ആണ്. ഓക്കെ, ഇത് ക്യാൻഡിൽസിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ കാണാം മാർക്കറ്റ് ഇങ്ങനെ സൈഡിലോട്ട് പോയി ഒരു വിക്ക് ഇട്ടു ഇവിടെ. ഈ വിക്ക് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇത് സ്റ്റോപ്പ് ഹണ്ട് ആണിത്. കണ്ടില്ലേ, ഇതിന് താഴെയുള്ള എല്ലാ ലിക്വിഡിറ്റിയും മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു വിക്ക് ഇട്ടു താഴോട്ട് ഇറങ്ങിയിട്ട് അത് ഇതിനേക്കാളും ഒരു സൈസ് കൂടിയിട്ടുള്ള ഒരു വിക്കായിട്ട് അത് മാറി. ഇതിന് വിക്ക് ക്യാൻഡിൽ എന്നാണ് പറയുക. സോ നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇവിടെ വന്നിട്ട് ഷാർപ്പ് റിവേഴ്സലാണത്. അതായത് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് കൂടെ മാർക്കറ്റ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഡയറക്ഷൻ മാറിയിട്ട് ബൈയിങ് സൈഡിലോട്ട് മാർക്കറ്റ് പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈസിലി നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഈ ഒരു രീതിയിലാണ് പ്രൈസിന്റെ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് റിയൽ മാർക്കറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാൻഡിൽ എടുക്കാം. സോ ക്യാൻഡിൽ എന്താ നമ്മൾ അറിയാതെ നമ്മൾ പ്രൈസ് ആക്ഷനെ കുറിച്ചിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിൽ നമുക്ക് എടുക്കാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 450 ഉണ്ടായിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതിന്റെ പ്രൈസസ് ഒക്കെ കാണാം. ഓക്കെ, അപ്പം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഓപ്പൺ ചെയ്തത് ഏത് പ്രൈസ് ആണെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു പ്രൈസിലാണ് ഓപ്പൺ ആയത്. ഇതാണ് അതിന്റെ ഹൈ പോയത്, ഇതാണ് അതിന്റെ ലോ പോയത്, ഇതാണ് അതിന്റെ ക്ലോസ്. ഓക്കെ, അതായത് ഓപ്പൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഈ ഒരു പ്രൈസിന്റെ ഈ ഒരു ഏരിയയിൽ 4835 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതാണ് ഓപ്പൺ 4835.67 എന്ന് കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എവിടെ ബയസ് എന്ത് ചെയ്തു, പുഷ് ചെയ്തു മാർക്കറ്റിനെ. ബയസ് ഏതുവരെ പുഷ് ചെയ്തു, ബയസ് 4835.67 വരെ പുഷ് ചെയ്തു മാർക്കറ്റ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ മാർക്കറ്റ് എന്ത് ഫേസ് ചെയ്ത്, സെല്ലേഴ്സിനെ ഫേസ് ചെയ്തു. ഇവിടെ സെല്ലേഴ്സിനെ
ഫേസ് ചെയ്തിട്ട് ബയേഴ്സിന് എന്ത് ചെയ്ത് സെല്ലർ താഴോട്ട് കൊണ്ടുവന്നു. താഴോട്ട് കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ലോ ഉണ്ടാക്കിയിട്ടില്ല. മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നിന്നത്. അതായത് സെല്ലേഴ്സ് പുഷ്ഡ് ബട്ട് ഫേസ്ഡ് ബയേഴ്സ്. ഓക്കെ, ഇതാണ് ആ ഒരു ഏരിയ. ഇതുവരെ മാർക്കറ്റ് സെല്ലർ പുഷ് ചെയ്തു, എന്നിരുന്നാലോ ഇവിടെ ബയേഴ്സിന്റെ അഗ്രഷൻ ഇവിടെ ഫീൽ ചെയ്തു മാർക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ മാർക്കറ്റ് എവിടെയാ ക്ലോസ് ചെയ്ത് നോക്കുക. 4836 ക്ലോസ് ചെയ്ത്. ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഇവിടെ ഈ ഒരു ബാറ്റിൽ, ഇത് ശരിക്കും ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ബാറ്റിലാണ് ശരിക്കും ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ 1 മിനിറ്റിന്റെ ക്യാൻഡിൽ അവസാനത്തെ 59ാമത്തെ സെക്കൻഡിൽ നമ്മൾ അറിയാം ആരാണ് മാർക്കറ്റിൽ. 59 സെക്കൻഡ് മീൻ 1 മിനിറ്റിലോട്ട് അടുക്കുന്ന ആ ഒരു സമയം. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വിൻ ചെയ്യുന്നത് ആരാണെന്ന്, ബയറാണോ സെല്ലറാണോ എന്നുള്ളത്. അതായത് ഈ ബാറ്റിൽ ആരാണ് വിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അതിനൊരു ഓപ്പൺ ഉണ്ടാവും, അതിനൊരു ഹൈ ഉണ്ടാവും, അതിനൊരു ലോ ഉണ്ടാവും, അതിനൊരു ക്ലോസ് ഉണ്ടാവും. അതാണ് മാർക്കറ്റിന്റെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ക്യാൻഡിലും ഫോം ചെയ്തിട്ടാണ് ഹയർ ഹൈയും ലോവർ ഹൈയും എല്ലാം മാർക്കറ്റ് അഗ്രസീവ് ആണെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ക്യാൻഡിലിന്റെ അനാട്ടമിയാണ്. ഈ ക്യാൻഡിലിന്റെ അനാട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഫുട് പ്രിന്റ്സ്. ഈ ക്യാൻഡിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത്. കാരണം ഈ ക്യാൻഡിലാണല്ലോ പ്രൈസിന് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ക്യാൻഡിലിനെ കുറിച്ച് പഠിക്കൽ നമുക്ക് മസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഫുട് പ്രിന്റ്സ്. ഒരു ക്യാൻഡിലിന്റെ ഉള്ളിലെ ബയറാണിത്. ബിഡും ആൻഡ് ആസ്കും. ബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ്, എത്ര ബയേഴ്സ് ആണ് മാർക്കറ്റിൽ ഓരോ ക്യാൻഡിലും ഉള്ളത് എന്നുള്ളതാണ് ഈ ബിഡ്. ആസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെല്ലേഴ്സ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെ ലിമിറ്റ് ഓർഡർ ആണ്. ഇതാണല്ലോ ഒരു ക്യാൻഡിൽ, ഇതാണ് ഒരു ബോഡി, ഇതാണ് വിക്സ്. മുകളിലും താഴെ ഒരുപോലെയാണ് വിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബോഡി ഉണ്ടാക്കി, ഒരു ഹൈ ഉണ്ടാക്കി, ഒരു ലോ ഉണ്ടാക്കി, അതിനുശേഷം മാർക്കറ്റ് എന്ത് ഇത്ര ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിന്നിട്ടുള്ളത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ബൈയും സെല്ലും ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് മിഡിലെ ഈ പോയിന്റ് എന്ന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്നുള്ളത്. അതായത് മാർക്കറ്റിലെ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ്. മാർക്കറ്റ് എപ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് റിജക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മാർക്കറ്റ് എപ്പോഴൊക്കെ ഇവിടുന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ് ഓഫ് കൺട്രോൾ ഇതാണ്. അത് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. 144 ബിഡും 206 ആസ്കും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്യാൻഡിലിന്റെ ഉള്ളിൽ നടക്കുന്ന ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ആകെത്തുക നമ്മൾ അറിഞ്ഞിരിക്കൽ എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് മനസ്സിലാവും ഈ ഫുട് പ്രിന്റ്സ് ആണ് മാർക്കറ്റിനെ നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അബ്സോർപ്ഷൻ എന്താണ്, ഡെൽറ്റ എന്തൊക്കെയാണ്, അതിനൊക്കെ ഡീറ്റെയിൽസ്, വോളിയം പ്രൊഫൈൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം, ഇൻസ്റ്റന്റ് ഡെൽറ്റ ബ്ലോക്ക് എന്താണ്, ഇതൊക്കെ ഡീറ്റെയിൽ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതിന് ബേസ് നമ്മൾ മനസ്സിലാക്കിയൊക്കെ എന്താണ് ഒരു ക്യാൻഡിലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മാർക്കറ്റ് ഇതിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിലുള്ള പ്രൈസസ് ആണിത്. അതായത് ഒരു ക്യാൻഡിൽ ഫോർ എക്സാമ്പിൾ 2170 മുതൽ 2165 വരെ എന്ന് വെക്കുക. ഓക്കെ, ഇവിടെ ബയേഴ്സ്, അതായത് ബെസ്റ്റ് ബിഡ് പ്രൈസ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2168 കറന്റ് പ്രൈസ്. അപ്പം മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ എത്രത്തോളം ബയേഴ്സ് ഓരോ പ്രൈസിലും ഉണ്ട് എന്നുള്ളതാണ് ഈ ഗ്രീനിനെ സൂചിപ്പിക്കുന്നത്. അതായത് 10 ലെവൽ ബിഡ് ഇവിടെ ഉണ്ട്. അതായത് 10 ലെവൽ ബിഡ് എന്ന് പറഞ്ഞാൽ 10 ലെവൽ ബയേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബയേഴ്സ് എവിടെയാണ് ഉള്ളത് ആ ഭാഗമാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കുക. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് എവിടെയാണ് ഉള്ളത്, അതായത് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് എവിടെയാണ് ഉള്ളത് അതാണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വരിക. കാരണം ഇതിന് പറയുന്ന പേരാണ് ഡെപ്ത് ഓഫ് മാർക്കറ്റ്. ഇത് നമുക്ക് 10 ലെവലിലേ ഉള്ളത്. നമുക്ക് ബ്രോക്കേഴ്സ്, എസ്പെഷ്യലി CFD ബ്രോക്കേഴ്സ്, ഇവിടെ നമുക്ക് ഡെപ്ത് ഓഫ് മാർക്കറ്റ് ഒരു 20 ലെവലിലുള്ള ലെവൽ 2 മാർക്കറ്റ് ഡാറ്റ എന്ന് പറയും. അത് കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റിന്റെ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും നമുക്ക് മനസ്സിലാവും. അപ്പൊ ജെനുവിൻ ആയിട്ട് സബ്സ്ക്രൈബ്ഡ് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കും. ഇനി അഗെയിൻ ഈ ബിഡും ഈ ആസ്കും മാത്രമല്ല മാർക്കറ്റിന്റെ ഒരു ക്യാൻഡിലിന്റെ സൈസും അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ മൂവ്മെന്റ് നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് ഓർഡേഴ്സ് ആണ്. അതായത് ഇപ്പോൾ ഇതൊക്കെ ലിമിറ്റ് ഓർഡറുകളാണ് ഇതൊക്കെ. അപ്പൊ ലിമിറ്റ് ഓർഡറുകൾ ഏത് സമയത്ത് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യപ്പെടാം. പക്ഷേ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിൽ ഇടുന്ന മാർക്കറ്റ് ഓർഡേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ മാർക്കറ്റ് ഓർഡേഴ്സ് വല്ലാതെ എന്ത് പഞ്ച് ചെയ്യുക അവർ. അപ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സ് മാർക്കറ്റിനെ വല്ലാതെ ക്യാൻഡിലിന് താഴേക്ക് കൊണ്ടുപോവുകയോ മുകളിലോട്ട് കൊണ്ടുപോവുകയോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ആകെ തുക നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്.
ഓക്കെ, ഇനി നമ്മൾ വിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു, നമ്മൾ കാൻഡിലിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതുപോലെ ഹയർ ഹൈ ആൻഡ് ഹയർ ലോസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് ഇനി ടോട്ടലി പറയുകയാണെങ്കിൽ യെസ്, മാർക്കറ്റിൽ നമുക്കറിയാം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ് ചെയ്യുന്നത് മാനിപ്പുലേഷൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ക്യാൻഡിൽ കണ്ടില്ലേ, ക്യാൻഡിൽ ഇങ്ങനെ പോയി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് മുകളിലുള്ള എല്ലാവരും സ്റ്റോപ്പ് ലോസും അണ്ട് ചെയ്ത് ലിക്വിഡിറ്റി കംപ്ലീറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഉള്ള സെല്ലേഴ്സിന്റെ ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ ഉള്ള സെല്ലേഴ്സിന്റെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് താഴോട്ട് പോയി. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനിപ്പുലേഷൻ എന്ന് പറയാം. മാർക്കറ്റ് ഓവറോൾ ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് പോലെ ലോകത്തുള്ള ഏത് ഇൻഡെക്സും ഈ ഒരു സ്ട്രക്ചറിലൂടെയാണ് മാർക്കറ്റ് പോവുക. മാർക്കറ്റിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അക്യുമുലേഷൻ ഉണ്ടാവും. അങ്ങനെ പല സ്റ്റേജിലൂടെയാണ് മാർക്കറ്റ് പോവുക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. പിന്നെ ഡെൽറ്റയുടെ വ്യത്യാസം, ഡെൽറ്റന്റെ വ്യത്യാസം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ബയേഴ്സിന്റെ വോളിയം മൈനസ് സെല്ലിംഗ് വോളിയം ഇസ് ഈക്വൽ ടു ഡെൽറ്റ. അതായത് ഇവിടെ ബയർ 34 ഇവിടെ സെല്ലർ 69 ഉണ്ടെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ഈ പ്രൈസിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാ, സെല്ലറാണ്. കാരണം സെല്ലേഴ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. അതിന്റെ പേരാണ് ഡെൽറ്റ. ഡെൽറ്റനെ കൂടിയിട്ട് പറയുന്ന പേരാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയും. അതൊക്കെ നമുക്ക് അടുത്ത പ്രോസെക്ഷനിലേക്ക് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിന് ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈസ് ആക്ഷന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്, ഹൗ പ്രൈസ് റിയലി മൂവ്സ് എന്ന്. സോ നമ്മുടെ എപ്പിസോഡ് 2 ഇവിടെ കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. വൈ യു കീപ് ലോസിങ്, എന്തുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ ലോസ് വരുത്തുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ ഗൈസ്, താങ്ക് യു.